പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന യന്ത്രം വീണ്ടും ഓണാക്കി CPM. സാധാരണയായി കുറച്ച് ദിവസങ്ങളായി ഈ യന്ത്രം ഓണാക്കിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത്, ഞങ്ങൾ ഈ മെഷീൻ ഓണാക്കി നോക്കി, അതിൽ മുകേഷിൻ്റെ പീഡനം അത്രത്തോളം തീവ്രത ഉണ്ടായിരുന്നതല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പീഡനം അതിതീവ്രമായിരുന്നു. തീവ്രത കുറഞ്ഞതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ പീഡനത്തെ ഞങ്ങൾ അത്തരത്തിൽ കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ട് മുകേഷിനെതിരെ നടപടി ഉണ്ടായിരുന്നില്ല. തീവ്രത അല്പം കൂടി കൂടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ മുകേഷിനെതിരെ നടപടി ഉണ്ടാകുമായിരുന്നു. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവായ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ ലസിത നായർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പറഞ്ഞ കാര്യമാണിത്. ഇത് ഏകദേശം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് അതിതീവ്രമായ പീഡനമാണല്ലോ, മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ നേതാവായ മുകേഷിനെതിരെ നടപടിയെടുക്കുക? ഇതാണ് നമ്മുടെ മാഡം ചോദിക്കുന്നത്. ഞങ്ങൾ പീഡനമല്ല, പീഡനത്തിന് തീവ്രത കുറഞ്ഞു എന്ന് ഞങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. ഞങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് വിടുകയാണ്. നിയമം നടപ്പാക്കുകയും നിയമം നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് നമ്മുടെ സർക്കാരാണല്ലോ. നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും ഏത് കുറ്റവാളിക്കും ബാധകമാക്കണം എന്നുകൂടി ഈ ചേച്ചി പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പൊതുസമക്ഷത്തിൽ എത്രമാത്രം അവഹേളിക്കപ്പെടുന്നുണ്ട്, എത്രമാത്രം നാണം കെടുന്നുണ്ട് ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാക്കളുമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീ പീഡകനാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗ വീരനാണ്. അതിനെ അംഗീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമപരമായി അറസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ആരാണ്? കേരളത്തിൻ്റെ പോലീസാണ്. കേരളത്തിൻ്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ തേരാപ്പാര അലഞ്ഞു തിരിയുന്നു എന്ന് പറഞ്ഞ ദിവസമല്ലേ രാഹുൽ മാങ്കൂട്ടം തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിൻ്റെ തുമ്പിൽ വഞ്ചൂരിൽ വന്ന് കോടതിയിൽ പരസ്യമായി ഹാജരായി, അല്ലെങ്കിൽ കോടതിയിൽ വക്കീലിൻ്റെ മുറിയിൽ പരസ്യമായി ഹാജരായി അയാൾ വക്കാലത്ത് ഒപ്പിട്ടിട്ട് പോയത്? അവിടെ എന്തെടുക്കുകയായിരുന്നു കേരള പോലീസ്? കേരള പോലീസിന് എന്തായിരുന്നു പണി? കേരള പോലീസിൻ്റെ തലപ്പത്തുള്ളവർക്ക് എന്തായിരുന്നു പണി? ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മറ്റാരുമല്ല, ഇരട്ടച്ചങ്കൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്താൽ മണിക്കൂറൊന്ന് കഴിയുന്നതിന് മുൻപേ അറസ്റ്റ് ചെയ്യുമായിരുന്നല്ലോ പോലീസ്. അപ്പോൾ രാഹുലിൻ്റെ അറസ്റ്റ് ഉടനൊന്നും ഉണ്ടാകരുത്. ഇങ്ങനെ തേരാപ്പാര, തിരുവനന്തപുരം ടു പാലക്കാട്, പാലക്കാട് ടു കോയമ്പത്തൂർ, കോയമ്പത്തൂർ ടു ബദിയടുക്ക ടു ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ തിരിച്ച് വീണ്ടും തിരുവനന്തപുരം. ഇങ്ങനെ മാധ്യമങ്ങൾ പണ്ടൊരു ടേപ്പ് തപ്പിപ്പോയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കണം. അപ്പോൾ മറ്റു ചില വിഷയങ്ങൾ ജനങ്ങൾ മറക്കണം. ഓരോ ദിവസവും ഓരോ ഇക്കിളിപ്പെടുത്തുന്ന കഥകളായിട്ട് ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരണം. രാഹുലിൻ്റെ പീഡനത്തിൻ്റെ തോത് അത്തരത്തിൽ അളക്കണം. മുകേഷിൻ്റെ പീഡനത്തിൻ്റെ തോത് അളന്ന, തീവ്രത അളന്ന യന്ത്രം വെച്ചാണോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിൻ്റെ തീവ്രത അളന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇങ്ങനൊരു യന്ത്രം CPMൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പല്ല, നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഈ യന്ത്രം ഒരു ജില്ലയിൽ മാത്രമേ ഉള്ളൂ, അതോ 14 ജില്ലകളിൽ 14 യന്ത്രമാണോ ഉള്ളത് എന്നിനി പരിശോധിക്കണം. കാരണം നേരത്തെ എറണാകുളത്ത് ഇത്തരമൊരു തീവ്രത അളന്ന യന്ത്രമുണ്ടായിരുന്നു. ഷൊർണൂറിൽ, പാലക്കാട് തീവ്രത അളന്ന യന്ത്രമുണ്ടായിരുന്നു. പാലക്കാട് ഒന്നിലധികം തവണ തീവ്രത അളക്കേണ്ടി വന്നു ആ യന്ത്രം ഉപയോഗിച്ച്. കണ്ണൂരിലാണെങ്കിൽ എത്ര തവണയെന്നറിയില്ല, അളന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഇടയ്ക്ക് ആലപ്പുഴയിലും അളക്കേണ്ടി വന്നു. അങ്ങനെ ഈ ജില്ലകളിലൊക്കെ അളക്കുമ്പോൾ ഒരു യന്ത്രം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമോ, അതോ ഓരോ ജില്ലയിലും ഓരോ യന്ത്രം ഇപ്പോൾ ഇത് സാധാരണയായി നടക്കുന്നത് കൊണ്ട് പാർട്ടി വാങ്ങി വച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നമ്മുടെ ചേച്ചി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, രാഹുലിൻ്റെ പീഡനം അതിതീവ്രമാണ്. തീവ്രമെന്ന് പറഞ്ഞാൽ പോരാ, അതിതീവ്രമാണ്. എന്നാൽ മുകേഷിൻ്റെതിന് തീവ്രത പോരാ. പണ്ട് MLA ആയിരുന്ന ശശിക്കെതിരെ ആരോപണം ഉയർന്നപ്പോഴും പാർട്ടി ഇതാണ് കണ്ടുപിടിച്ചത്, തീവ്രത കുറവായിരുന്നു എന്ന്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ
ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള കണ്ണൂരിലെ പഴയ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ കാര്യത്തിലും ഈ തീവ്രത പോരെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. അങ്ങനെ പല നേതാക്കന്മാർ, എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു നേതാവ്, ആ നേതാവിൻ്റെയൊക്കെ തീവ്രത വളരെ കുറവാണ് എന്ന് പലരും കണ്ടെത്തി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തീവ്രത ചെറുതൊന്നുമല്ല, അതിതീവ്രമാണ്. നമ്മൾ ഈ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുമ്പോൾ ന്യൂനമർദ്ദം, ശക്തമായ ന്യൂനമർദ്ദം, അതിന്യൂനമർദ്ദം എന്ന് പറയും, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ചെറിയ പ്രായം കൊണ്ടായിരിക്കാം, ഈ പ്രായത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് അതിതീവ്രമായ ഒരു പീഡനമാണ് എന്ന് CPM കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഇത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള പാർട്ടിയാണ് CPM. ആ CPMൻ്റെ നേതാവാണ് മഹിളാ അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ലസിത നായർ. എന്തായാലും മാഡത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വാർത്താ സമ്മേളനവും പ്രതികരണവുമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രത്തോളം കൃത്യമായ രീതിയിൽ ഈ പീഡനത്തിൻ്റെയൊക്കെ തോതും തീവ്രതയും അളക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇത് കൃത്യമായി തന്നെ CPM അന്വേഷണ സംഘത്തിന് കൂടി കൈമാറേണ്ടതാണ്. അന്വേഷണ സംഘത്തിന് കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ഈ യന്ത്രത്തിൻ്റെ പരിശോധനയിലൂടെ മനസ്സിലാവുമല്ലോ. മറ്റത് മൊഴിയെടുക്കണം, മറ്റത് സാഹചര്യ തെളിവുകൾ പരിശോധിക്കണം, ഈ പരാതി കൊടുത്തയാളിനെ അല്ലെങ്കിൽ പരാതിക്കാരിയെ വിളിപ്പിക്കണം. അങ്ങനെ പല പല ചടങ്ങുകളുണ്ട്. അവരുടെ സ്വകാര്യതയ്ക്ക് അതൊരു വലിയ വിഘാതമാകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളും നിരവധി നൂലാമാലകളുമാണ് ഈ സ്ത്രീ പീഡന അല്ലെങ്കിൽ ലൈംഗിക പീഡന ആരോപണ കേസിലുള്ളത്. പക്ഷേ CPM ആകട്ടെ അത് ഇരുചെവി അറിയാതെ കൃത്യമായി പരിശോധിച്ച് തീവ്രത ഉള്ളതാണെങ്കിൽ തീവ്രത ഉള്ളതെന്ന് പറയുകയും തീവ്രത ഇല്ലാത്തതാണെങ്കിൽ തീവ്രത ഇല്ലാത്തതാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അത് പാർട്ടിക്കുള്ളിലുള്ള വളരെ ചെറിയൊരു സംവിധാനം മാത്രമേ അറിയുന്നുള്ളൂ. ഇരു പാർട്ടികൾക്കും ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ കോടതി മുറിയിൽ കയറി ഇറങ്ങണം, അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ വിചാരണ നടക്കണം, അത്തരമൊരു നൂലാമാലകളൊന്നും തന്നെ ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് കേരള പോലീസിനോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ CPMൻ്റെ കയ്യിലുള്ള ആ തീവ്രത അളക്കുന്ന യന്ത്രം നിങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തണം. അത്തരമൊരു പരോപകാരപ്രദമായ യന്ത്രത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. അത് എവിടെയാണോ ലഭിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ അത് കുറേ എണ്ണം വാങ്ങണം. കോടതി അതിന് അനുമതി കൊടുക്കണം എന്ന് മാത്രമാണ് ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പീഡന കേസുകളിൽ ഇരയെയും വാദിയെയും പ്രതിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാസം തോറും ഓടിച്ച് വർഷങ്ങളോളം പീഡനത്തിൻ്റെ വിചാരണയും മറ്റ് നടപടിക്രമങ്ങളും നടക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ്. ഇതാവും വളരെ ഈസി ആയിട്ട് ആ പീഡനത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് പീഡനത്തിൽ കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് വിട്ടുകളയാം. തീവ്രത കുറഞ്ഞ പീഡനമാണെങ്കിൽ അത് പീഡനമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് കൂടിയാണ് CPMൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം കൊണ്ട് തന്നെ താരമായിരിക്കുന്നു ലസിത നായർ എന്ന പത്തനംതിട്ട ജില്ലയിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി എന്ന് മാത്രം പറയുന്നു.